പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കുഞ്ഞെ, ദൈവം നിൻ്റെ മേൽ പൊഴിച്ചു തന്ന കൃപയ്ക്ക് വേണ്ടി നീ അവനെ സ്തുതിക്കുകയാണോ? നിൻ്റെ വിശ്വാസം കൊണ്ട് നീ അവനുമായി റെസ്ൽ ചെയ്യുന്നുണ്ടോ? ദൈവം എപ്പോഴും തൻ്റെ സ്നേഹം കൊണ്ടും തൻ്റെ ശക്തി കൊണ്ടും തൻ്റെ സത്യം കൊണ്ടും നിന്നെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തോട് ഒന്നുകൂടി അടുക്കുവാൻ തക്കവണ്ണം ഒരു വലിയ കമ്മിറ്റ്മെൻറ്റിലേക്ക് നാം വരണം. അവനിൽ നാം ആശ്രയിക്കണം. നമ്മുടെ സകല കാര്യത്തിനും അവൻ മതി എന്ന് നാം ഉറച്ച് വിശ്വസിക്കണം. പ്രൈസ് ഗോഡ്. കർത്താവ് അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ആ ലൈറ്റിനകത്ത് എനിക്ക് തോന്നുന്നു, ഇംഗ്ലീഷിന് അതിന് ഹമ്മിങ് ബേർഡ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, കൊച്ചു കുരുവികൾ പോലത്തെ കിളികൾ വന്ന് ഇങ്ങനെ കൂടുണ്ടാക്കും. അത് അവിടെ വരും, കൂടുണ്ടാക്കും, അതിടയ്ക്ക് പറന്നു പോകും, അതിന് തീറ്റി കൊടുക്കും. അപ്പം എൻ്റെ മോന്, വലിയ മോന് ഉണ്ടായിരുന്ന സമയത്ത് വലിയ ഇങ്ങനെ തുഞ്ചുള്ള ഈർക്കിലി കീറിയെടുത്ത്, അപ്പോൾ അതിൻ്റെ അറ്റം ഇങ്ങനെ വളഞ്ഞ് പോകും. അതിന് വെയിറ്റ് ഇല്ലല്ലോ. അതിൻ്റെ അറ്റത്ത് കൊച്ചു പഴം വെച്ചേച്ച് ഇങ്ങനെ ഡോറിൻ്റെ അവിടെ മറിഞ്ഞ് നിന്ന് ആ സിറ്റ് ഔട്ടിലുള്ള ആ ലാമ്പിൻ്റെ അകത്തോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം ഈ കൊച്ചു കിളികൾ അതിങ്ങനെ തിന്നും. പക്ഷേ പലപ്പോഴും അതങ്ങനെ തിന്നാറില്ല. തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അതിൻ്റെ തള്ള കൊണ്ടുവന്ന് അതിൻ്റെ വായിലിട്ട് കൊടുക്കും. ഇങ്ങനെ അത് എത്ര ദിവസം അവിടെ നിൽക്കുന്നതെന്നൊന്നും ഞാൻ കണക്കെടുത്തിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ അതിനെ കാണത്തില്ല. ആ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമുക്ക് തന്നെ അതിശയം തോന്നും ഓരോന്നും കാണുമ്പോൾ. പക്ഷേ ക്ലോസായിട്ട് ചെയ്യുന്നൊരു പടം എടുക്കാനൊന്നും പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുങ്ങളെ ഒന്നും കാണത്തില്ല. ആ മദർ ബേർഡിനെയും കാണത്തില്ല, ബേബീസിനെയും കാണത്തില്ല. എത്ര ക്വൈറ്റായിട്ട് അവിടെ വന്ന് കൂടുണ്ടാക്കി അവിടെ സ്ഥാപിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വിരിച്ച് പോകുന്നിടം വരെ നമ്മളൊന്നും അറിയത്തുമില്ല. ആരാ അവരെ കെയർ ചെയ്യുന്നത്? പ്രൈസ് ഗോഡ്. ബൈബിള് പറയുന്നത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആകാശത്തിലെ പറവകളെ നോക്കിയാൽ അവ വിതയ്ക്കത്തുമില്ല, കൊയ്യത്തുമില്ല, കളപ്പുരയെ കൂട്ടി വെക്കുന്നതുമില്ല. പക്ഷേ സ്വർഗസ്നായ നമ്മുടെ പിതാവ് അവയെ പുലർത്തുക, അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തന്നെയുമല്ല, നമുക്കറിയാം അവർ ആ കിളികളെ കഴിഞ്ഞു നമ്മളെത്ര വിശേഷതയുള്ളവരാ, അല്ലേ? ദൈവം എങ്ങനെ ആ ടൈനി ബേർഡ്സിനെ കെയർ ചെയ്യുമോ അതിനെ കഴിഞ്ഞും കൂടുതൽ നമ്മളെ അവൻ, ഹല്ലേലൂയ, കരുതത്തില്ലേ? നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കത്തില്ലേ? പ്രൈസ് ഗോഡ്. ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഹല്ലേലൂയ, ഇതിനെ മൂന്നിനെയും ദൈവം ടേക്ക് കെയർ ചെയ്യത്തില്ലേ? ദൈവം എത്ര മാഗ്നിഫിസൻ്റായിട്ടുള്ള പ്രോമിസസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറന്നുയരുവാൻ. പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല ദൈവമക്കളെ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുവാൻ തക്കണം നമുക്ക് കഴിയണം. കർത്താവ് നമ്മെ പുലർത്തും, കർത്താവ് നമുക്ക് വേണ്ടി കരുതും. ആരംഭവും അവസാനവും നമ്മുടെ ഒരുപോലെ അറിയുന്നവൻ നമ്മെ ശ്രേഷ്ഠമായി പരിപാലിക്കും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാവരും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. എത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം നമ്മോട് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചെയ്യേണ്ട ഒരെണ്ണമാണ് പ്രേ കണ്ടിന്യൂലി. പറ്റുമോ? പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിലൊക്കെ 10th-ൻ്റെയും 12th-ൻ്റെയും ഒക്കെ പബ്ലിക് എക്സാംസ്
നടക്കുക. അനേകർ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ദൈവമക്കളെ, പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവവുമായിട്ട് കണ്ടിന്യൂലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നമ്മളോട് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവനെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അത് റിമൈൻഡ് ചെയ്യിക്കണം. ഹല്ലേലൂയ. ഏത് നല്ല കാര്യങ്ങളാണേലും ചീത്ത കാര്യങ്ങളാണേലും നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് നമ്മൾ ദൈവവുമായിട്ട് ഷെയർ ചെയ്യണം. പ്രൈസ് ഗോഡ്. നമ്മൾ പറയും നമ്മുടെ കർത്താവിന് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെന്തിനാ എപ്പോഴും പറയുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞേച്ച് നിർത്തുവാനല്ല ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത്. തുടർമാനമായി നാം പ്രാർത്ഥിക്കണം, ഇടവിടാതെ നാം പ്രാർത്ഥിക്കണം. യെശയ്യാവ് 26:3 പറയുന്നത്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന. നമ്മൾ സ്ഥിരമാനസരായിരിക്കണം. വി ഹാവ് പീസ് awaiting us when we turn our attention to God. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. എന്തൊക്കെ നാം ഫേസ് ചെയ്യേണ്ടി വന്നാലും പ്രൈസ് ഗോഡ്, നമ്മുടെ രക്ഷകൻ്റെ, നമ്മുടെ സൃഷ്ടാവിൻ്റെ ചെവിയിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ശബ്ദം എത്തണം. അല്ലെങ്കിൽ നമ്മുടെ നന്ദിയുടെ ഒരു ശബ്ദം എത്തണം. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോവും. ഏത് ശത്രുവാണ് നമ്മെ തോൽപ്പിക്കാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ശത്രുവിനെ ചിതറിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനം 61 സങ്കീർത്തനം Psalm 61 നമ്മൾ അതിൻ്റെ 1 മുതൽ 8 വരെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളൊരു പ്രാർത്ഥനയാണ്. നിലവിളി കേൾക്കണമേ എന്ന് പറയുന്നു, പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന് പറയുന്നു. എന്നിട്ട് പറയുക, ദൈവത്തിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിപ്പാൻ, അവൻ്റെ ചിറകിൻ്റെ നിഴലിൻ്റെ കീഴിൽ ശരണം പ്രാപിപ്പാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണേ എന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ അവൻ നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കും. Psalm 61:4 ഇങ്ങനെയാണ് പറയുന്നത്. 61 സങ്കീർത്തനം 4 വാക്യം, ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എത്ര ടെൻഡറാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ ചിറകിൻ്റെ മറവിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ നിഴലിൻ കീഴിൽ സൂക്ഷിക്കുന്നത് നാം കണ്ടിട്ടില്ലേ? അതാണ് സങ്കീർത്തനം 91:4 പറയുന്നത്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ നിഴലിൽ നിശാരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലുകയും ആകുന്നു. എത്ര നല്ല വാക്യങ്ങളാണ് അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഹീൽ ചെയ്യും കേട്ടോ. എന്തെല്ലാം വിഷമങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, ആ സമയത്തെല്ലാം അവന് കംഫർട്ട് കിട്ടിയത് അവൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോഴാണ്. കാരണം അവനറിയാം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം ഒരിക്കലും അവൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുത്. ഏതുവിധ വേദന വന്നാലും വി ഷുഡ് റൺ ബാക്ക് ടു ഹിസ് ആംസ്. അവൻ്റെ കരങ്ങളിലേക്ക് ഓടി അണയണം. പ്രൈസ് ഗോഡ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ എടുത്ത് താലോലിക്കുമോ അതുപോലെ നമ്മെ താലോലിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സങ്കീർത്തനം 20 വളരെ നമ്മളെ ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ നമുക്ക് ബലം തരികയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. തളർന്നു പോകുമ്പോൾ, ക്ഷീണിച്ചു പോകുമ്പോൾ ദൈവ പൈതലേ ഞാൻ പറയട്ടെ, സങ്കീർത്തനം 20 വായിക്കണം. അത് വായിച്ച് കഴിയുമ്പോൾ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നമുക്കവൻ സഹായം അയക്കുന്നതിനെക്കുറിച്ച് ഒരു ഉറപ്പ് നമുക്ക് കിട്ടും. ഹല്ലേലൂയ. Psalm 20:7 ഇങ്ങനെ പറയുന്നത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചിലപ്പോൾ ചില അലർജിക്ക് അല്ലെങ്കിൽ ചില വിഷയത്തിന് പെട്ടെന്ന് നമുക്ക് ചില മെഡിക്കേഷൻസ് ആവശ്യം വന്നെന്നിരുന്നാൽ അത് കഴിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ അസ്വസ്ഥത അല്ലെങ്കിൽ ആ രോഗം അല്ലെങ്കിൽ വേഴ്സൺ ചെയ്യും അല്ലേ, ചീത്തയാകും. നമുക്ക് കൂടുതൽ ഡിസ്കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡെസ്പറേറ്റ് ആയിപ്പോവും അല്ലേ. ഫാർമസിയിലൊന്നും അത് കിട്ടുന്നില്ലെന്ന് വെച്ചു നാം ഹെൽപ്ലെസ് ആയിപ്പോവും അല്ലേ. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഉള്ള സമയങ്ങളിലും ഞാൻ പറയട്ടെ, ദൈവത്തോട് അപേക്ഷിച്ചാൽ പ്രൈസ് ഗോഡ്, സൗഖ്യദായകനാകുന്ന ദൈവം
തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസം തരും. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരാത്ത സ്വഭാവമാണ്. അവൻ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം അൺഫെയിലിംഗ് പ്രോമിസസാണ്. അതിന് വ്യത്യാസം വരത്തില്ല. അവൻ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അത് ചെയ്ത് തരും. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിലുള്ള സകല റിസോഴ്സസും നമുക്ക് അവൈലബിളാക്കി തരുന്നത് ആരാ? ദൈവമാണ്. നമ്മുടെ പ്രശ്നത്തിൻ്റെ മേൽ നമുക്ക് ജയം തരുന്നത് ആരാ? ദൈവമാണ്. പ്രൈസ് ഗോഡ്. ചിലതൊക്കെ സഹിപ്പാനും ചില വിഷയത്തിന്മേൽ ഒരു റെസല്യൂഷനും നമുക്ക് തരുന്നത് ആരാ? ദൈവമാണ്. പ്രൈസ് ഗോഡ്. പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ നമുക്ക് സമാധാനവും പ്രത്യാശയും തരുന്നത് നമ്മുടെ ദൈവമാകിയാൽ ഇന്ന് ഹല്ലേലൂയ രാവിലെ കാലം നമുക്ക് നമ്മുടെ സകല പ്രശ്നങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാമേ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ആശ്വാസപ്രദനായ ഞങ്ങളുടെ ദൈവമേ, വിടുതൽ തരുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനെ, ഞങ്ങളുടെ ഉദ്ധാരകനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രതികൂലമായി നിൽക്കുന്ന വിഷയം